നമസ്കാരം. സ്വർണ്ണവിലയിൽ റോക്കറ്റ് കുതിപ്പാണ് ഇന്നലെ ഉണ്ടായത്. കേരളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് 2280 രൂപയുടെ വർധനവ് പവൻ വിലയിൽ രേഖപ്പെടുത്തി. ഇതോടെ സംസ്ഥാനത്തെ സ്വർണ്ണവില പവന് 94,320 രൂപയിലേക്ക് എത്തി നിൽക്കുന്നു. വിപണി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, അതായത് പ്രത്യേകിച്ച് രാജ്യാന്തര വിപണി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, സ്പോട്ട് ഗോൾഡ് വില 0.4% വർദ്ധിച്ച് $4,214.52 എത്തിയെന്നാണ് ഈ കുതിപ്പിന് വഴിവെച്ചത്. ദുർബലമായ ഡോളറായി മാറിയിരിക്കുന്നു. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷകൾ. കൂടാതെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാമാണ് സ്വർണത്തിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നത് എന്ന് തീർത്തും പറയാൻ സാധിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്വർണ്ണവിലയിൽ 33% വർധനവാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഈ വർധനവ് വലിയ കുതിപ്പിന് തന്നെ സൂചന നൽകുന്നുണ്ടെന്നും പറയുന്ന പല രേഖകളും പല കാര്യങ്ങളും ഇപ്പോൾ വീക്കെൻഡ് ഇൻവെസ്റ്റിംഗിന്റെ സ്ഥാപനമായ അലോക് ജെയിൻ തന്നെ പറയുന്നുണ്ട്. സാധാരണയായി തന്നെ സ്വർണം വാർഷികമായി 8 തൊട്ട് 9% വരെയാണ് ഡോളർ അടിസ്ഥാനത്തിൽ. വരുമാനം നൽകുന്നത് തന്നെ ഇതിൻ്റെ കാര്യത്തിലാണ് എന്ന് തന്നെ കൃത്യമായി പറയാനും സാധിക്കും. അപ്രതീക്ഷിതമായ ഈ കുതിപ്പ് മുൻപത്തെ വലിയ മുന്നേറ്റങ്ങൾക്ക് സമാനമാണെന്നും ഇത് പലപ്പോഴും ദീർഘകാല മുന്നേറ്റങ്ങളുടെ സൂചനയാണെന്നും ജെയിനിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. $4,400 നിന്ന് $3,900 വരെയിലേക്കുള്ള സ്വർണത്തിൻ്റെ ഹ്രസ്വകാല തിരുത്തൽ ദീർഘകാല കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുന്നില്ലെന്നും തന്നെ വ്യക്തമായി പറയാനും സാധിക്കും. അദ്ദേഹം വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്, സ്വർണം ഇതിനോടകം ഏകദേശം $4,100 തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് മുൻകാലങ്ങളിലെ മുന്നേറ്റങ്ങൾക്ക് സമാനമായ ഒരു പാറ്റേൺ ആണ് കാണിക്കുന്നതെന്നും വ്യക്തമായി പറയാൻ സാധിക്കും. ചരിത്രം പരിശോധിച്ചാൽ സ്വർണം 3 വലിയ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1970കളിൽ സ്വർണ്ണ നിലവാരം അവസാനിച്ചതിന് ശേഷം തന്നെ എടുത്തു നോക്കിയാൽ 2000കളുടെ തന്നെ തുടക്കത്തിൽ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണ വിൽപ്പന കരാറുകൾക്ക് ശേഷം തന്നെ സംസാരിക്കും പോലെ, കൂടാതെ 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള വർഷങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഓരോ മുന്നേറ്റങ്ങളിലും 500 മുതൽ 1800 വരെ ആ ശതമാനം വരെ, ശരിക്കും പറഞ്ഞാൽ ശതമാനക്കണക്കിൽ വർധനവാണ് സ്വർണ്ണവിലയിലുണ്ടായത്. എടുത്തു പറയുമ്പോൾ 500% തൊട്ട് 1800% വരെ എന്ന് പറയണം. നിലവിൽ സ്വർണ്ണവില വർധനവ് ഏകദേശം 150 മാത്രമാണെന്നും ജെയിൻ ചൂണ്ടിക്കാട്ടി. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ തന്നെ ഇനിയും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും തന്നെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് എന്ന് പറയാം. ആഗോള കേന്ദ്ര ബാങ്കുകൾ സ്വർണം ശേഖരിക്കുന്നത് വലിയ തോതിൽ വർദ്ധിച്ചതാണ് സ്വർണ്ണവില ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2002 മുതൽ തന്നെ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണ ശേഖരണം പ്രതിവർഷം 300 ടണ്ണിൽ നിന്ന് ഏകദേശം 1000 ടണ്ണായി വർദ്ധിച്ചു വരികയാണ് എന്ന് കൃത്യമായി നമുക്ക് കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാനും അതിനെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്താനും സാധിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്.